അല്ലെ നോർമൽ ഇൻവേർട്ടർ. അതെ, ബാറ്ററി ഒരു 5 kW വരെ നമുക്ക് സിമ്പിൾ ആയിട്ട്. അതുപോലെ ഇത് ഹൈബ്രിഡ് എഴുതി നോക്കണ്ട, കാരണം വെച്ചാൽ ഇത് നമ്മുടെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന, അപ്പൊ അവിടെ സാധാരണ സാധാ ഇൻവേർട്ടർ ആണ്. അതെ, ഹൈ ഫ്രീക്വൻസി അല്ല, പക്ഷേ ടെക്നോളജി മാറി, ട്രാൻസ്ഫോർമറിന്റെ വലുപ്പ കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതെ അതെ ഓക്കെ. ഇത് 2.5ന്റെ ബാറ്ററിയാണിത്. 2.5 വരുന്ന സെയിം. അതേപോലെ തന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ പോർട്ടലുള്ള ബാറ്ററി, ഹൈബ്രിഡ് ബാറ്ററീസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇത് ഇതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലാണ് കേട്ടോ ഈ സാധനം. ഇപ്പം ദിവി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കേസാണ്. രണ്ടാളെ ഹാൻഡിൽ ചെയ്യാം. ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന, കാരണം ഇതിങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൂട്ടാലും സംസാരം നമ്മൾ അവിടെയും കണ്ടല്ലോ. ഫാക്ടറി ഇപ്പോ ഏകദേശം 90% കണ്ട, ഇത് ലാസ്റ്റ് 5% ഒക്കെ ഉണ്ടാവുള്ളൂ ഈ ഭാഗം അല്ലെ. ഇതിങ്ങനെ ഇത് ഇൻവെർട്ടറിന്റെ ഭാഗം. ഇതാണ് ലിഥിയം ബാറ്ററി സ്റ്റോറേജ്. കാണിച്ചു കൊടുക്കും. ഒരു ബാറ്ററി വന്നിട്ട് 5 kW ആണ്. 5 kW ഇതുമ്പോ കണക്ട് ചെയ്യാണ്. അല്ലെ, ഇത് കണക്ട് ആയി ഇതിങ്ങനെ പാരലലി കണക്ട് ചെയ്ത് ഫ്രീക്വൻസി അല്ല. ഓക്കെ, ഇത് ഹൈ വോൾട്ടേജ് അല്ല. ഇതിപ്പോ നെക്സ്റ്റ് ഇതാണ് 5 kW ആണ്. അതെ, ഭയങ്കര വെയിറ്റ് ആട്ടാ. ആക്ച്വലി ഇതില് ഈ ഇപ്പൊ കാണാൻ പറ്റുതാ, ഈ കാണുന്നു. ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന ഭാഷയൊക്കെ നന്നായിട്ട് മനസ്സിലാവുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മള് ഇവിടുത്തെ സ്റ്റാഫാണ് ചൈന. ഓക്കെ, ഏതായാലും വലിയ ക്യാമറ എടുക്കുന്ന അവരാണ്. പിന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അവൾക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. പിന്നെന്താ, നോക്കാം. കറക്റ്റ് ആയിട്ട് സിമ്പിൾ ആണ് ഇതില്. ജസ്റ്റ് നമുക്കിതോടെ കറക്റ്റ് ഇതിന്റെ മുകളിൽ നമ്മളെ SPS-ന്റെ ഡയറക്ടർമാരില് നമ്മളെ സാബു സാറ്, സുജിത് സാറ്, ഇവർ രണ്ടുപേരാണ്. ഓക്കെ, ഓൾറെഡി ഇത് നിലവിൽ ഉള്ള സിസ്റ്റം ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡമ്മിയോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് this one is really